അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കൂവ നടുന്നതാണ്. അപ്പോൾ നമ്മൾ തടയെടുക്കുന്നതാണ് കൂവ. അല്ലെങ്കിൽ നല്ല ഇങ്ങനത്തെ തടങ്ങൾ എടുത്തിട്ട് നല്ലതാണ് ഇങ്ങനെ പുല്ല് നല്ലോണം അങ്ങ് തട്ടിക്കളിയ എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ പൊത്തുക. മണ്ണ് കണ്ടെങ്കിൽ നല്ല കൈക്കോട്ടങ്ങ് ഇട്ട് വിടുക വേണ്ടു. അപ്പോൾ ഒരു 10 കൂടം കൂവ നടുവാണ് നമ്മൾ ഉരച്ചു കൂട്ടുന്ന കൂവ. അപ്പോൾ നമ്മൾ ഉരച്ചു കൂറ്റുന്ന കൂവാണ് നടുന്നത്. നിങ്ങളെടുത്ത് ഒരു 3-4 തട എടുത്തിട്ട് ഉരച്ചു കൂട്ടുന്ന കൂവ നമ്മൾ നട്ടാൽ നമുക്ക് ഉരച്ചു കൂട്ടി കൂവപ്പൊടി ഉണ്ടാക്കിയാൽ കൂവപ്പൊടിക്ക് 750-800 റുപ്യ കിലോന്. അപ്പോൾ എല്ലാവരും അത് നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇത് പണ്ട് നമ്മൾ ഉരച്ചു കൂത്തിയിട്ട് ഇപ്പോൾ മില്ലിൽ കൊണ്ടുപോയി അതിൻ്റെ രീതി ചെയ്താൽ വേഗം പൊടിയാക്കിയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും എടുക്കുക. നമ്മൾ ഇടുന്നതാണ്. എന്താ മണിയിലത് എങ്ങനെ ഉണ്ടാകുന്ന നിങ്ങളൊക്കെ നല്ല അടക്കട്ടിട്ട് കണ്ടത്. ഇങ്ങനെ കൂവ കണ്ട് നിങ്ങൾ ഇതെടുക്കാം. ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടങ്ങൾ കറ. ഇതാണ് നമ്മൾ അസലായിട്ട് ഇതിൻ്റെ ഓരോരോ ബിത്ത് നമ്മൾ വളപ്പൊടി ഇട്ടിട്ട് കുറേശ്ശെ വളപ്പൊടി ഇങ്ങനത്തെ വളപ്പൊടി ഇട്ടിട്ട് ഇങ്ങനത്തെ ഒരു 5-6 ഒരു 10 ഇങ്ങനത്തെ ലൈൻ എടുത്തിട്ട് അതിൽ നടന്നാൽ നോക്കുമ്പോൾ ഇങ്ങനത്തെ കൂടങ്ങൾ നേരക്കുള്ളത്. അപ്പോൾ ഒരു 10 എണ്ണത്തിലുണ്ട് നമുക്ക് ധാരാളം കൂവപ്പൊടിയുണ്ട്. ഞാനിത് കൊല്ലത്തിൽ എൻ്റെ വീട്ടിൽ ഞാനിത് കണക്ക് തീർത്ത് ഉണ്ടാക്കിയെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, എല്ലാവർക്കും നമുക്ക് കൊടുക്കുകയും ചെയ്യുക. ബാറ്റിൻ്റെ വേദന, പല ജാതി ഛർദികൾ, ഇതിനെല്ലാം ഛർദിക്കലിനും ഇതിനെല്ലാം നമുക്ക് ഉപയോഗിക്കുന്ന സാധനം മരുന്നാണ് ഇത് പമ്പിച്ച്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്തിട്ട് നല്ലോണം പിന്നെ ഇത് ഒരുപാടുണ്ടാവും. ഒക്കെ